ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും കുക്കിംഗ് വീഡിയോ ആണെന്ന്. അല്ല, കുക്കിംഗ് വീഡിയോ അല്ല. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ റോസ്മേരി വാട്ടറാണ്. എനിക്ക് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു, കുറേ ബേബി ഹെയർസ് ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. നമുക്കപ്പോൾ എപ്പോഴും റോസ്മേരി വാട്ടർ ഇതുപോലെ ബോട്ടിൽ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ഒരു ബോട്ടിൽ വന്നിട്ട് 200 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മന്ത്ലി എനിക്കൊരു 2 ബോട്ടിലെങ്കിലും വേണ്ടി വരും. വീക്കിലി ത്രൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അഫോർഡബിളായിട്ട് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ്. ആമസോണിൽ നിന്ന് റോസ്മേരി ലീവ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ ഈ റോസ്മേരി ലീവ്സ് വെച്ചിട്ടാട്ടോ വാട്ടർ ഉണ്ടാക്കിയത്. ഇത് വന്നിട്ട് 300 റുപ്പീസാണ്. പക്ഷെ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. ഒരുപാട് റോസ്മേരി ലീവ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ റേറ്റിംഗ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. ഞാൻ നല്ല റേറ്റിംഗ് നോക്കിയിട്ടാണ് ചൂസ് ചെയ്തത്. ഇത് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതൊരു 100 ml ബോട്ടിലാണ്. ഇതൊരു ട്രിപ്പിളായിട്ട്, അതായത് 3 ഇരട്ടി വെള്ളം എടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ച് വേണം എടുക്കാൻ. അതായത് തിളപ്പിച്ചിട്ട് നമ്മളൊരു 100 ml ആയിട്ട് ഇതിനെ കൊണ്ടുവരണം. ഇതുപോലെ ബോട്ടിലെടുത്താൽ നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ബോട്ടിൽ തന്നെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഈ റോസ്മേരി ലീവ്സ് ഇങ്ങനെ ഉണ്ടാക്കിയ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 3 ആഴ്ച വരെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രിഡ്ജിൽ നിൽക്കും. എനിക്കിത് 3 ആഴ്ച കൂടുതൽ നിന്നു. പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ട് 100 ml ആയിട്ട് കൊണ്ടുവരണം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ് എടുക്കണം. അത് ഞാൻ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ റോസ്മേരി ലീവ്സ് എടുക്കുന്നത്. ഇതിൽ റോസ്മേരി ലീവ്സ് മാത്രമല്ല കേട്ടോ, വേറെ 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉലുവയാണ്, ഫെനുഗ്രീക്ക്. ഇത് വന്നിട്ട് ഒരു 3/4 ടേബിൾ സ്പൂണിൽ ഞാൻ ഫെനുഗ്രീക്ക് എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ റോസ്മേരി ലീവ്സ് 2 ടേബിൾ സ്പൂൺ, പിന്നെ 3/4 ടീസ്പൂൺ ഉലുവ. അതിനുശേഷം ഇതുപോലെ കഴുകി വെച്ച നമ്മുടെ വേപ്പില. ഈ വേപ്പിലയും ഉലുവയുടെയൊക്കെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് മുടി വളരാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായ 2 പ്രൊഡക്റ്റാണ്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നമ്മളൊരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. പിന്നെ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വെള്ളം ഇതുപോലെ തിളച്ച് ചെറുതായിട്ട് വരുന്നുണ്ട്. ആ മിക്സിൻ്റെ, അതായത് ഉലുവയുടെയും വേപ്പിലയുടെയൊക്കെ ആ ഗുണം അതിലോട്ട് ഇറങ്ങിയാലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം. സോ നമ്മൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനത് അരിച്ചൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കളറ് വന്നിട്ട്. ഈ ഒരു കളറിലോട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബോട്ടിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഒരു 30 മിനിറ്റ്സ് ഓളം നിങ്ങൾ എന്തായാലും വെക്കണം. വീക്കിലി ത്രൈസ് മാത്രം തേച്ചാൽ മതി. നമ്മൾ ഒരുപാട് തേച്ചെന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് റിസൾട്ടൊന്നും കിട്ടില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് തേക്കുക, അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു 2 hours മുമ്പ് തേക്കുക. എനിക്ക് നല്ല ബേബി ഹെയർസൊക്കെ വന്നിട്ടുണ്ട്. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഈ റോസ്മേരി മാത്രമല്ലാണ്ട് ഇങ്ങനെയും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്തേക്കും, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.